വണ്ടി ഒന്ന് കഴുകട്ടെ അവിഞ്ഞ്. രാത്രി ഷൂട്ട് കഴിഞ്ഞാൽ അവിടെ പോയിട്ട് കഴുകാൻ പറ്റും നമുക്ക്. എന്റെ സിനിമ ചെന്നിട്ട് എടി നമ്മള് കഴിഞ്ഞ ദിവസം പോയപ്പോഴത്തേനും ഒരാള് കാർഡ് തന്നില്ലേ പുതിയതായിട്ട് വണ്ടി നമ്മുടെ സ്ഥലത്ത് വന്ന് കഴുകി തരുമെന്ന്. വെറുതെ വിളിച്ചു നോക്കിയാലോ, വിഴിഞ്ഞ തൊട്ട് വരുത്തിച്ചാലോ അവരാ. എന്തിനാണ് ഇങ്ങനെ കൊല്ലിക്കണ ആൾക്കാരാ? വെറുതെ വിളിച്ചോക്കാ, പോയാലൊരു വാക്ക് കിട്ടിയാലോ ഞാൻ. അപ്പൊ നമുക്ക് അവിടെ നിന്ന് ഭക്ഷണം കഴിക്കുകയും ചെയ്യാം. കഴുകി തരും അല്ലേ? അങ്ങനെയല്ലേ പറഞ്ഞതാ ചെക്കൻ. ഒന്ന് വിളിച്ചു നോക്ക്. പക്ഷെ രാത്രിയൊക്കെ വരുമോ? വിളിച്ചോക്കട്ടെ, ട്രൈ ചെയ്ത് നോക്ക്. വിളിച്ചോക്കട്ടെ, നോക്ക്. 80864477 വിളിക്കട്ടെ. ഇടി അക്കളെ പേരെന്താന്നാവോ? വിളിക്ക് നോക്ക്. എനിക്ക് അതൊരു പ്രതീക്ഷയില്ല. വിളിക്കാം. പോയാ പോ. അല്ല, രാത്രി ആയതുകൊണ്ടാണ്. രാവിലേക്ക് ആണെന്നുണ്ടെങ്കിൽ ഒന്ന് ചെയ്തെന്ന് തന്നെ. കിട്ടിയില്ല. പിന്നെ അവര് വരാന്ന് പറഞ്ഞിട്ട് ഇവിടെ ഉണ്ടാവുന്ന പറഞ്ഞത്. ഇതാണോ കാർവാഷ്? അതാടി വന്നടി. പറ നീയല്ല എന്നെ പുച്ഛിച്ച് തള്ളിയത്. വരൂല. അയ്യോ വന്നല്ലേ, ഞങ്ങക്ക് അറിയില്ലായിരുന്നിട്ടാ. വരാന്ന് പറഞ്ഞു. പക്ഷെ സിറ്റി എല്ലാം ഇതുള്ള സർവീസ് ഉള്ള. അത് ശരി. എത്ര മണി വരെ ഉണ്ട് ഇപ്പൊ? നമുക്ക് രാവിലെ 7 മണി മുതൽ വൈകിട്ട് 7 മണി വരെ സർവീസ് ഉണ്ടായിരുന്നു. ഓ, അത് 7 മണി കഴിഞ്ഞല്ല. 24 hours ഉണ്ടോ? 24 hours കസ്റ്റമർ അത്ര ഇതാണെങ്കിൽ ചെയ്യുന്നത്. എന്റെ ശബ്ദം കേട്ടപ്പോഴേ മനസ്സിലായി കസ്റ്റമർ ഭയങ്കര കസ്റ്റമർ പോക്കാണെന്നുള്ള കാര്യം. ഓക്കെ, ഇതാണ് നമ്മുടെ വണ്ടി. കൊച്ചിനെ തന്നേക്കട്ടെ. ഞങ്ങള് നിൽക്കേണ്ട കാര്യമില്ലല്ലോ. നല്ല പുത്തനായിട്ടിരിക്കുന്നുണ്ട് കേട്ടോ. പുത്തനാക്കി തിരിച്ചു. നിങ്ങക്ക് അധികം പണിയൊന്നും എടുക്കേണ്ട വരില്ലായിരിക്കും. ഇത് നോക്കിയിട്ട് കാണില്ല. 3-4 ദിവസമായിട്ടേ ഭയങ്കര ഓട്ടമായിരുന്നു. എങ്ങനെയാ പേയ്മെന്റ്? എങ്ങനെയാ പേയ്മെന്റ്? ഗൂഗിൾ പേ ഉണ്ട്. എത്രയാണ് നിങ്ങളിങ്ങനെ? 599. ഓക്കെ. ഇന്റീരിയർ സ്റ്റീമിംഗ് ഉണ്ട്, പിന്നെ ഫോം വാഷ് ഉണ്ട്, എക്സ്റ്റീരിയർ സ്റ്റീം വാഷ് ഉണ്ട്. ചേച്ചിക്ക് ഇതൊന്നും അറിയില്ല. എനിക്കെല്ലാം മനസ്സിലായി. ഇന്റീരിയർ വാഷിംഗ് എന്ന് പറഞ്ഞാൽ അകം കഴുകുന്നു, പിന്നെ സ്റ്റീം വാഷ് ആവി പിടിക്കുന്നു. നല്ല പുത്തനാക്കി തന്നാ. ശരി, ഓക്കെ. അപ്പൊ എന്നാ ശരി, എന്നാ ഞങ്ങള് കഴിക്കാൻ പൊക്കോട്ടെ. ഓക്കെ, താങ്ക് യു. എന്തായി വർത്താനം കേട്ടിട്ടുണ്ടെങ്കിൽ ഇന്റീരിയർ എക്സ്റ്റീരിയർ എല്ലാം അറിയാവുന്ന. ഞാൻ പറഞ്ഞതെല്ലാം കറക്റ്റ് അല്ലേ? കിടക്കണോ കോക്കുട്ട? പുതിയത് മേടിച്ചാണോ ഇത്? അയ്യോ, അടിപൊളി. ഉള്ളിലൊക്കെ ക്ലീൻ ചെയ്താ? എന്താണ് ഇന്റീരിയർ? എടി സീറ്റ് വരെ കഴുകിയടി. ഇതിനകത്തോട്ട് നീ എങ്ങനെ കേറും? സൂപ്പർ, അടിപൊളി. ഇത്ര കഷ്ടപ്പെട്ടിട്ടുണ്ടാവില്ലേ കൊറേ? നല്ല കഷ്ടപ്പെട്ടതിന്റെ പ്രതിഫലമാണിത്. നല്ല എടുക്കണ്ടായല്ലേ? നിങ്ങൾ കൊറേ നാളായി തുടങ്ങിയിട്ട്? ഒരു 1 month ആയി. ഇപ്പൊ ഈ ട്രിവാൻഡ്രം ഏരിയയില് എന്തോരം ഇപ്പൊ വിളിച്ചിട്ടുണ്ടെന്നുണ്ടെങ്കിൽ അവിടെ എത്ര ദൂരം വരെ പോകും? 15 കിലോമീറ്ററിനകത്ത് പോകും. 15 കിലോമീറ്റർ. ഫ്യൂലിന്റെ ചാർജ് വരും. 15 കിലോമീറ്ററിനപ്പുറമാണ് ഫ്യൂലിന്റെ ചാർജ് ചെയ്യും. അല്ലെങ്കിൽ നമുക്ക് നഷ്ടം വരും. എത്ര രൂപ വെച്ച് പെർ കിലോമീറ്ററിനാണോ? ഇല്ല, പെർ കിലോമീറ്റർ അല്ല. 15 ഒരു 100, 150. അതിനപ്പുറമുള്ള ആരും വിളിക്കൂല. അതുകൊണ്ട് അളവിൽ നമുക്ക് ടൈം കിട്ടൂല. ടൈം കിട്ടും. ഓക്കെ, അടിപൊളി, താങ്ക് യു. പിന്നെ അതിന്റെ ഉള്ളിൽ മറ്റേ കടലാസ് വിരിച്ചിട്ടില്ലല്ലോ? എങ്ങനെ പേയ്മെന്റ്? ഗൂഗിൾ പേ ചെയ്താൽ മതി. ഓക്കെ, എന്റെ ഫോൺ എടുക്കട്ടെ. താങ്ക് യു.
ഗൂഗിൾ പേ ചെയ്യാം കേട്ടോ. പേരെന്തായിരുന്നു? നസീർ. ജസീർ. ഈ നമ്പറിലാണ് ചെയ്യേണ്ടത്? ഈ നമ്പറിലാണ് വിളിക്കേണ്ടത്. ഗൂഗിൾ പേ ചെയ്യേണ്ടത്? ഗൂഗിൾ പേ ചെയ്യണം. ഓക്കെ.